ശ്രീരാമനാമാമൃതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിലൂടെയാണ് മുൻ ഭാഗങ്ങളിൽ നമ്മൾ കടന്നുപോയത്. മാരീചൻ്റെ നിഗ്രഹം ആണ് രാവണൻ്റെ പ്രേരണയാൽ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആരധർമ്മത്തിൻ്റെ വഴി സ്വീകരിച്ചാലും ആത്യന്തികമായ നാശമാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാവണൻ്റെ പ്രേരണ കൊണ്ട് മാരീചൻ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ മാരീചൻ്റെ നിഗ്രഹം, ആ മാരീചനെ രാമൻ്റെ കയ്യാൽ വധിക്കപ്പെടുന്ന, മാരീചനെ നിഗ്രഹിക്കുന്ന ഭാഗമാണിന്ന് നമുക്ക് ഇവിടെ പ്രസക്തമായിട്ട് ഉള്ളത്. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടുമായ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ല അതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയും എന്നു തോന്നും കളിപ്പാൻ അതിസുഖം ഉണ്ടിതു നമുക്കിങ്ങു. വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം, പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ. മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്ത് സോദരൻ തന്നോടു, നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയമുണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനൻ തന്നിലെങ്ങും എന്ന് അരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു. മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടി കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും ഇപ്പോൾ. പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടെ ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനം അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞ്. അതോ നേരത്രേ എന്നു രഘുനാഥൻ നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ, അയ്യോ പാപം ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ആഹാമേ വിധിബലം പാഹി മാം ദയാനിതേ. ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചെന്നാൽ സീതയും സൗമിത്രേ, നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലേ ഭഗവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ. രക്ഷിച്ചുകൊള്ളുക ചെന്നു നീ ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി, കാര്യേ ദേവി കേൾക്കേണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല, ചോരൻ എത്രയുമേവൻ കരഞ്ഞത് അവൻ തന്നെ അന്ധനായി. ഞാനും ഇത് കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി ഗന്ധരൻ തനിക്കതിനുള്ള ഉപായമെന്ത് അറിയാതെ അരുൾ ചെയ്യുന്നത് അത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ.
രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദം മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില ലക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നോരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാണത് നേരം രിക്ഷോജാതിയിലത്തെ നീയും ഉണ്ടായി നൂനം പ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശാകാംക്ഷിതനായ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥമോൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നത് നീയും രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവാൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഭരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചില രാഘവനേതും രാമനെ ഒഴിച്ചു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ. ഇത്തരം സൗമിത്രി ചെവി ഇത്തരം വാക്ക് കേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോട് ചെയ്യാൻ നിനക്കു നാശമെടുത്തിരിക്കുന്നത് പാരമെനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി അധികത്യന്തം ക്രൂര ചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ വരമേൽപ്പിച്ചു മന്ദം പൂർവൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. വളരെ വികാരനിർഭരതയോട് കൂടിയിട്ടുള്ള ചില ഭാഗങ്ങളാണ് കടന്നുപോയത്. മാരീചനോട് സീതയെ മോഹിപ്പിക്കുവാനും രാമനെയും ലക്ഷ്മണനെയും സീതയുടെ അരികിൽ നിന്ന് അകറ്റാനും ആണ് നിയോഗിച്ചത്. അപ്പോൾ ഒരു നിയോഗം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. മാരീചൻ പൊന്മാൻ്റെ വേഷം ധരിച്ച് രാമനും സീതാമാതാവും ലക്ഷ്മണനും കൂടിയൊക്കെ ഇരിക്കുന്ന ആ പർണശാലയ്ക്ക് അരികിൽ ചെന്ന് മോഹിപ്പിക്കുകയാണ്. എപ്പോഴും അങ്ങനെയാണ്. മോഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് ആ മോഹമാണ് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ജനിക്കുന്നത്. മോഹമാണ്. ആ മോഹത്തെ ജനിപ്പിച്ചു. ഇവിടെ മാരീചൻ പൊന്മാൻ്റെ വേഷത്തിൽ ചെന്ന് സീതയ്ക്ക് ആ പൊന്മാനെ കണ്ടപ്പോൾ അത് പൊന്മാനാണ് എന്ന് ഒരു തോന്നലുണ്ടാകുകയാണ് സീതയ്ക്ക്. സത്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ. ഈ ലോകം, നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് മുമ്പിൽ ലോകമില്ല. മനസ്സുണരുമ്പോഴാണ് ലോകം നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത്. അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമാണ്. സ്വപ്ന സന്നിഭം എന്നാണ് പറയുന്നത്. സ്വപ്ന തുല്യമാണ് ഈ ലോക ജീവിതം എന്നാണ്. നമ്മളൊരു സ്വപ്നം കാണുന്നത് പോലെയാണ്. ഇപ്പോൾ ആധുനികമായ ഒരു പരസ്യമുണ്ട്, ദ വേൾഡ് ഈസ് ആൻ ഐഡിയ എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ ലോകം ഒരു സ്വപ്നമാണ്. അപ്പോൾ സ്വപ്ന സന്നിഭമായിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ ശരിക്കും ഒരു മോഹമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു മോഹമാണ്. നമുക്കൊക്കെ തോന്നുന്നത് എന്താണ്? ഞാൻ ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും, ഞാൻ ഇന്നതൊക്കെ സമ്പാദിക്കും, മകനോ മകളോ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ആയിരിക്കും അതുപോലെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടുകയാണ്. എന്നാലോ അല്പമാത്രമായിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ അല്പമാത്രമായിരിക്കുന്ന സമയമേ ഉള്ളൂ. അപ്പം മനസ്സാണ് മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ. പതഞ്ജലി യോഗസൂത്രത്തിൽ യോഗകാരകനായിരിക്കുന്ന പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് മനയേവ മനുഷ്യാണം, മനസ്സാണ് ഓരോത്തിലും ചെന്ന് ബന്ധപ്പെട്ട് ബന്ധമുണ്ടാക്കുന്നതും അതേ മനസ്സ് തന്നെയാണ് മുക്തി ഉണ്ടാക്കുന്നതും. അതാണ് മന ഏവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷം. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. അപ്പോൾ ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിലേക്ക് അമിതമായ ആഗ്രഹവും അമിതമായ മോഹവും വെച്ച് പുലർത്തുന്ന മനുഷ്യൻ ആത്യന്തിക നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കും രാമായണം. എന്താണ്? സീതയ്ക്കൊരു താല്പര്യം തോന്നി. അത് പൊന്മാനാണ്.
ആ മാനിനെ പിടിച്ചുകൊണ്ട് വരണമെന്ന് രാമനോട് ആവശ്യപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു ആ മാനിനെ. അപ്പോൾ നമുക്ക് ഇഷ്ടങ്ങൾ വരുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇഷ്ടപ്പെടേണ്ടതിനെ മാത്രമാണ് ഇഷ്ടപ്പെടേണ്ടത്. ആ ഇഷ്ടപ്പെടാണ്ടാത്തതിനെ ഇഷ്ടപ്പെടുന്നതിലൂടെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. സീതയ്ക്ക് തോന്നി, സീത പ്രേരിപ്പിച്ചു ആ പൊന്മാനെ പിടിച്ചുകൊണ്ട്. രാമൻ ഉടൻ തന്നെ തൻ്റെ പത്നിയുടെ ആഗ്രഹം, ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കും. കാര്യം എന്താ? പതിർഹി ദേവതാനാര്യ പതിർ ബന്ധു പതിർ ഗുരു. ഭർത്താവാണ് ഗുരുവും ദൈവവും ഇഷ്ടസഖനും തോഴനും എല്ലാം. അപ്പോൾ ഇവിടെ രാമൻ വില്ലും അമ്പുമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ലക്ഷ്മണനോട് പറയും, ലക്ഷ്മണ, നീ സീതയെ രക്ഷിച്ചു കൊള്ളണം. നിശാചരന്മാരായിരിക്കുന്ന രാക്ഷസന്മാരുടെ ആവാസ കേന്ദ്രമാണ് ഈ വനം. അപ്പം എന്താണ് രാമന് മനസ്സിലായി? ശൂർപ്പണഖയെ ഓടിച്ചു വിടുകയും ആ ശൂർപ്പണഖയിലൂടെ സ്വന്തം സഹോദരനായിരിക്കുന്ന രാവണൻ, മായാവേഷങ്ങളൊക്കെ രാവണൻ്റെ കിങ്കരന്മാരൊക്കെ വരും. എപ്പോഴും ആത്മജ്ഞാനികൾക്ക് ദീർഘദർശിത്വം ഉണ്ടാകും. ഈ ഭാരതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ആദിമ വേദവ്യാസ മഹർഷി എഴുതി വെച്ച ഭാഗവതത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹം, നമ്മുടെ മനുഷ്യൻ എവിടെ നിന്ന് എവിടെ വരെ എത്തിച്ചേരുമെന്ന് വരച്ച് കാണിക്കുന്നത് പോലെയാണ് ഭാഗവത പുരാണവും രാമായണ പുരാണവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മജ്ഞാനികൾക്ക് എപ്പോഴും ദീർഘദർശനം ഉണ്ടാകും. ഇവിടെ രാമന് മനസ്സിലായി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നീ സീതയെ കാത്തു രക്ഷിച്ചു കൊള്ളണം. ഞാൻ ഈ പൊന്മാനിനെ കരഗതമാക്കാൻ പോവുകയാണ്. ഇവിടെ ഈ വനത്തിൽ നിശാചരന്മാരായ രാക്ഷസന്മാരുടെ ആവാസ കേന്ദ്രമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ പോയി. ഈ മാനിങ്ങനെ ചാടിച്ചാടി ദൂരേക്ക് പോകും. ദൂരേക്ക് പോകുന്ന സമയത്ത് ഇതിനെ പിടിക്കാൻ ശ്രമിക്കും. വീണ്ടും തെന്നിപ്പോൾ അത് പിന്നെ അടുത്തേക്ക് വരും. ഇങ്ങനെ ദൂരോട്ട് പോയും അടുത്തേക്ക് വന്നും ദൂരോട്ട് പോയി അടുത്തേക്ക് വന്നും ഒക്കെ കുറേ പോയി കഴിഞ്ഞപ്പോൾ ഒടുവിൽ രാമന് തന്നെ തോന്നി ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ട് നേരെ ഒരു അസ്ത്രമെടുത്ത് ഈ മാരീചനെ ആ അമ്പ് കൊണ്ട് കൊള്ളുന്ന മാൻ മരിച്ചു വീഴുന്നത് എങ്ങനെയാണ്? ഒരു ഭീകരനായ ഒരു രാക്ഷസ വേഷത്തിൽ മരിച്ചു വീഴുകയാണ്. അപ്പം അത് മാനല്ല. ഏത് കാര്യവും അതിൻ്റെ യഥാർത്ഥ തലത്തിലെത്തി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ബാഹ്യമായിരിക്കുന്ന ആഡംബരങ്ങൾ കണ്ടോ, ബാഹ്യമായിരിക്കുന്ന ആകർഷണീയത കണ്ടോ നമ്മൾ ഒന്നിൻ്റെയും പുറകെ പോകാൻ പാടില്ല. കൃത്യമായ വിവേചന ബുദ്ധിയോടുകൂടി ഏത് കാര്യത്തെയും നമ്മൾ കൃത്യമായ വിവേചന ബുദ്ധിയോടുകൂടി മനസ്സിലാക്കിയിട്ട് ഇടപെട്ടാൽ ജീവിതത്തിൽ നാശം ഉണ്ടാകത്തില്ല. രാമനൊരു അസ്ത്രമെടുത്ത് എഴുതപ്പോൾ ഈ കിടക്കുന്നതാ ഭീകരരൂപമായിരിക്കുന്ന ഘോരനായിരിക്കുന്ന മാരീചനായ രാക്ഷസൻ, രാവണൻ്റെ കിങ്കരനായ രാക്ഷസൻ മരിച്ചു കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ടും എന്താ ചെയ്തത്? രാവണന് കൊടുത്ത വാക്കുണ്ട്. സീതയിൽ നിന്നും രാമനെയും ലക്ഷ്മണനെയും അകറ്റിക്കൊള്ളാമെന്ന് കൊടുത്ത വാക്ക്. അവിടെ കിടന്നുകൊണ്ട് മാരീചൻ പ്രാണവേദനയോടുകൂടി ഒച്ചത്തിൽ വിളിച്ച ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര പാഹിമാം വിധി ബലം പാഹിമാം ദയാനിധി എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ? ലക്ഷ്മണന് ഉച്ചത്തിൽ കേൾക്കത്തക്ക രീതിയിൽ, ലക്ഷ്മണൻ കേൾക്കത്തക്ക രീതിയിൽ ആഹാ ലക്ഷ്മണ എന്തോ ഒരു ആപത്ത് വന്നു എന്നുള്ള രീതിയിൽ ഈ മാരീചൻ, മായാവേഷം പൂണ്ട മാരീചൻ വിളിച്ചു പോവുകയാണ്. ഇത് കേട്ടുകൊണ്ട് സീതാദേവിയും ലക്ഷ്മണനും കൂടി ഇരിക്കുന്നിടത്ത് ഇത് കേൾക്കാം. ഉടൻ തന്നെ സീതാമാതാവ് പറഞ്ഞു, ലക്ഷ്മണ, ജ്യേഷ്ഠൻ എന്തോ ആപത്ത്, എൻ്റെ പതിയായ നിൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്തോ ആപത്ത് പറ്റിയിരിക്കുന്നു. നീ എത്രയും വേഗം ഇവിടെ നിന്ന് പോയി ശ്രീരാമദേവൻ്റെ അടുത്ത് ചെന്ന് വേണ്ടുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. നിശാചരന്മാരായിരിക്കുന്ന രാക്ഷസന്മാർ വസിക്കുന്ന സ്ഥലമാണിത്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ രാമൻ മനുഷ്യനല്ല, അദ്ദേഹം ഈശ്വരനാണ്. ഇങ്ങനെ ഒരു മാരീചനല്ല, ഇങ്ങനെ
ഒരു രാക്ഷസനല്ല, അനവധി രാക്ഷസന്മാർ വന്നാൽ പോലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അദ്ദേഹം അത്രയ്ക്കും അസ്ത്രശസ്ത്ര പാരംഗതനും ഈശ്വരാംശാവതാരമാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഒരു ഭക്തൻ്റെ മനസ്സിനെ ഗ്രന്ഥാചാര്യൻ മറ്റൊരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്താണ്? ഒരു സ്ത്രീക്ക് എത്രത്തോളം മഹത്തരമായി ചിന്തിക്കാമെന്നും അതേപോലെ തന്നെ എത്ര താഴ്ന്ന് ചിന്തിക്കാമെന്നും ഒരേ വ്യക്തിയെ കൊണ്ട് തന്നെ പറയിക്കുന്നുണ്ട്. ഇവിടെ ഇത് കേട്ടപ്പോൾ സീതാമാതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? സീതാമാതാവ് കണ്ണുനീർ തൂക്കിക്കൊണ്ട് പറഞ്ഞു, നീയും രാക്ഷസ ജാതിയിൽപ്പെട്ടവൻ തന്നെയാണ്. എൻ്റെ ഭർത്താവിനൊരു ആപത്ത് വന്നിട്ട് ആ ആപത്ത് വന്ന ഭർത്താവിനെ രക്ഷിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ പറയുന്നത് അതിന് വിപരീതമായ കാര്യങ്ങളാണ്. അപ്പോൾ നീയും ജ്യേഷ്ഠൻ്റെ നാശത്തെ ആഗ്രഹിച്ച് വന്ന് നിൽക്കുന്ന സഹോദരനായ നീയും ലക്ഷ്മണ രാക്ഷസ ജാതിയിൽപ്പെട്ടവൻ തന്നെയാണ്. നീ ഭരതൻ്റെ ആളെന്നുള്ള നിലയിൽ ഇവിടെ വന്ന് നിന്നിട്ട് രാമൻ്റെ ആത്യന്തികമായിരിക്കുന്ന നാശം വന്നാൽ രാമനെ നശിപ്പിക്കാനും എന്നെ കൈയടക്കാനും ചെയ്യാനും എന്നെ പരിഗ്രഹിക്കാനും ഉദ്ദേശിച്ചിട്ടാണ് നീ പോയി, ഞാൻ പറയുന്നതനുസരിച്ച് നീ പോയി രാമനെ രക്ഷിക്കാൻ തയ്യാറാവാത്തത്. ഇവിടെ എന്താ? രാമൻ ആരാണെന്ന് ലക്ഷ്മണൻ അറിയാം, ലക്ഷ്മണൻ ആരാണെന്ന് രാമനും അറിയാം. പക്ഷെ സ്ത്രീ സഹജമായ ബുദ്ധി കൊണ്ട് സീതയ്ക്ക് മനസ്സിലായില്ല. ആ ജന്മത്തിലെ സ്ത്രീ സഹജമായ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള എല്ലാ അറിവുകളും എല്ലാ നന്മകളും സാത്വികമായ അവസ്ഥകളും ചൈതന്യങ്ങളും നമ്മളുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ ഉള്ളിനെ നമ്മൾ എങ്ങനെ ശുദ്ധമാക്കണം? ഈ രാമായണമാകുന്ന സാഗരം കൊണ്ട് ശുദ്ധമാക്കണം. ഇപ്പോൾ സ്വർണം തന്നെ ഉദാഹരണത്തിന്, സ്വർണം അറിയാം, സ്വർണം കൊണ്ടാണ് വളയും മാലയും മോതിരവും കമ്മലും എല്ലാം ഉണ്ടാക്കുന്നത്, അല്ലേ? ആ സ്വർണം അടർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ ആ ലോഹത്തിന് ഒരു ഭംഗിയുമില്ല. പക്ഷെ ആ സ്വർണത്തെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് ഊതിക്കാച്ചി പഴുപ്പിച്ച് അത് തല്ലി കൃത്യമായ രീതിയിലുള്ള ആഭരണങ്ങളാക്കി നിർമ്മിച്ച് അണിയുമ്പോഴാണ് അതിന് മനോഹാരിത ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ സ്ത്രീ സഹജമായിരിക്കുന്ന ഒരു ബുദ്ധി നമ്മളിലുമൊക്കെ ഉണ്ട്. അങ്ങനെ ആ സ്ത്രീ സഹജമായിരിക്കുന്ന ആ ബുദ്ധിയിലൂടെ പറയുകയാണ്, ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ നീ ഒരധർമ്മിയാണ്. എൻ്റെ ഭർത്താവായ നിൻ്റെ സഹോദരന്, നിൻ്റെ ജ്യേഷ്ഠ സഹോദരന് ആപത്ത് വന്നപ്പോൾ നീ പോയി രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ നീ പറയുന്ന മറുപടികളൊന്നും കേട്ടിട്ട് എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ ആ ഭരതൻ്റെ അനുജനെന്നുള്ള നിലയിൽ വന്ന് രാമൻ്റെ ആത്യന്തികമായ നാശം കണ്ടിട്ട് എന്നെ പരിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആപത്തിൽപ്പെട്ട ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോകാതെ നിൽക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണകുമാരന് ഭയങ്കരമായ അതീതമായ ദുഃഖമുണ്ടായി. നമുക്കാണെങ്കിലും കേട്ടുകൂടാത്ത കാട്ടുതീയാണെങ്കിൽ വെന്ത് നീറിടും, കേട്ടുകൂട്ടാത്ത വാക്ക് കേട്ടാൽ മരിക്കുന്ന കാലം വരെ നമ്മുടെ ഉള്ളിലത് വേദനയായി കിടക്കും. ഇത്തരം വാക്കുകൾ കേട്ടപ്പോൾ സീതാമാതാവിനോട് ചോദിച്ചു, അമ്മേ, ഭവതിക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു? എങ്ങനെയാണ് സീതാമാതാവിന് ഇത്ര ക്രൂരമായ വാക്കുകൾ എന്നോട് പറയാൻ സാധിക്കുന്നത്? എൻ്റെ രാജ്യത്തെ വെടിഞ്ഞ്, മാതാപിതാക്കളെ വെടിഞ്ഞ്, എൻ്റെ ഭാര്യയെയും സിംഹാസനത്തെയും ഒക്കെ വെടിഞ്ഞ്, എല്ലാ സുഖങ്ങളും കളഞ്ഞ്, ജ്യേഷ്ഠനെ അച്ഛനായിട്ടും സീതാമാതാവിനെ അമ്മയായിട്ടും കരുതി എല്ലാം സമർപ്പിച്ച് നിൽക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി ഇത്ര ക്രൂരമായ വചസ്സുകൾ നമ്മളെപ്പോഴും ഓർക്കണം. സത്യമെന്തെന്ന് മനസ്സിലാകാതെ ഒരിക്കലും ഒന്നും പറയരുത്. ക്രോധത്തിലിരിക്കുമ്പോൾ സംസാരിക്കുകയും സ്നേഹത്തിലിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യരുതെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. കാര്യം എന്താ? ക്രോധത്തിലിരിക്കുമ്പോൾ ശരിയായിരിക്കുന്ന ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ ക്രോധാവേശത്താൽ ഈ സീതാദേവി പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടും ലക്ഷ്മണകുമാരൻ ചിരിച്ചുകൊണ്ട് നിന്ന് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായിരിക്കുന്ന വാക്കുകൾ പറയുന്നത്? ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയെ അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ് നിത്യവും ഞാൻ ഉണരുന്നതും അവിടുത്തെ പാദങ്ങളെ നമിച്ചുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്.
അങ്ങനെയുള്ള എന്നെ ഇങ്ങനെ വിധിച്ചതെന്ന്. സത്യമറിയാതെ ഒരു വിഷയത്തിലും നമ്മൾ തീരുമാനമെടുക്കാൻ പാടില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ത് എന്ന് ചോദിച്ചാൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. ഒരാളെ തൂക്കിലേറ്റുന്നതോ വെടിവെച്ച് കൊല്ലുന്നതല്ല, ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന നിമിഷങ്ങൾ, ദിവസങ്ങൾ മുന്നിലുള്ളവനാണ് ഏറ്റവും വലിയ ശിക്ഷ. അതാണ്. ഒരിക്കലും സത്യമറിയാതെ ഒന്നിനെയും വിധിക്കാൻ പാടില്ല. ഏത് വിഷയത്തിൻ്റെയും യാഥാർത്ഥ്യബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആത്മബോധമുള്ളവനെ യാഥാർത്ഥ്യബോധം ഉണ്ടാകും. ഈ പ്രപഞ്ചം പോലും ഈ ലോകം പോലും നശ്വരമാണ്, നശിക്കപ്പെടുന്നതാണ്. ഒന്നിനും സ്ഥായിയായിരിക്കുന്ന അസ്തിത്വമില്ല. അസ്തിത്വം സ്ഥായിയായി ഉണ്ടെങ്കിൽ അത് ഈശ്വരന് മാത്രമാണ്. അതാണ് ക്രിസ്തുവും ബൈബിൾ പറഞ്ഞത്, നിൻ്റെ നിത്യത എവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് കേട്ടപ്പോൾ ലക്ഷ്മണകുമാരന് ഭയങ്കരമായ വിഷമമുണ്ടായി. താൻ സ്നേഹിക്കുന്ന, താൻ പൂജിക്കുന്ന, താൻ ആരാധിക്കുന്ന ആ അമ്മ തന്നെ ഇങ്ങനെ പറയുന്നു. എന്താണ് ഇവിടെ ലക്ഷ്മണൻ പറഞ്ഞത്? എൻ്റെ ജ്യേഷ്ഠൻ മാനുഷനല്ല, അത് രാമനാണ്, ഈശ്വരാംശമാണ്. അസ്ത്രശസ്ത്ര വിദ്യാദികളെല്ലാം പഠിച്ചിട്ടുള്ള ഈശ്വരാംശോത്ഭൂതനായിരിക്കുന്ന എൻ്റെ രാമനൊരു ആപത്തും എവിടെ പോയാലും ഉണ്ടാകത്തില്ല. ഇത് രാക്ഷസന്മാരുടെ കൃത്രിമ ബുദ്ധിയാണ്. അമ്മയെ അപഹരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ദുർബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ടും സ്ത്രീ സഹജമായ അറിവില്ലായ്മ കൊണ്ട് സീതാദേവി അതൊന്നും കേട്ടില്ല. ലക്ഷ്മണനെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് രാമൻ്റെ അടുത്തേക്ക്. അവസാനം ലക്ഷ്മണരേഖ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ലക്ഷ്മണൻ എന്ത് ചെയ്തു? ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതിരിക്കുകയും സീതാമാതാവ് കേൾക്കാതിരിക്കുകയും സീതാമാതാവിൻ്റെ അടുക്കൽ നിന്ന് രാമൻ്റെ അടുക്കലേക്ക് പോകുന്ന ലക്ഷ്മണൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഗാന്ധീവത്തിൽ നിന്നും ഒരു അസ്ത്രമെടുത്തിട്ട് ഒരു വര ഇങ്ങനെ വരയ്ക്കുകയാണ്, ലക്ഷ്മണരേഖ. എന്നിട്ട് സീതാമാതാവിനോട് പറയും, അമ്മ, ഈ രേഖ മുറിച്ച് കടക്കാൻ പാടില്ല. ഞാൻ എപ്പോൾ വരെ പോയിട്ട് വരുന്നോ ആ സമയം വരെയും അമ്മ ഈ രേഖ മുറിച്ച് കടക്കാൻ പാടില്ല. സാങ്കല്പികമായിട്ടാണെങ്കിൽ പോലും എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ധാർമ്മികമായ ഒരു രേഖയുണ്ട്. ആ ധാർമ്മികമായ രേഖയെ നമ്മൾ എപ്പോൾ മറികടക്കുന്നോ അപ്പോൾ മുതൽ നമ്മൾ അധർമ്മത്തിൻ്റെ വലയിലാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം 4 തരത്തിലാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് എന്തിനാണ്? ജനിക്കുന്നത് അവൻ്റെ പൂർവ്വജന്മ കർമ്മഫലം കൊണ്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. ആ മനുഷ്യൻ അവൻ്റെ കർത്തവ്യകർമ്മങ്ങൾ ഈ ഭൂമിയിൽ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം? ഈശ്വരനിലേക്ക് തന്നെ ലയിക്കണം. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോവുകയാണ്. താമസിക്കുന്ന ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഗൃഹസ്ഥന് തൻ്റെ കർത്തവ്യം പുറത്തുപോയി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ചിന്ത എന്താണ്? തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് എത്തിച്ചേരണമെന്ന്. അപ്പം നമ്മയൊക്കെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആ ജീവൻ ഉത്ഭവിച്ചു വന്നത് ഈശ്വര തലത്തിൽ നിന്നാണ്. ആ ജീവന് ഉള്ള അഭിവാഞ്ച തിരിച്ച് ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുക എന്നുള്ളതാണ്. ആകാശത്തിലൂടെ മഴത്തുള്ളിയായി വരുന്ന ജലം ഭൂമിയിലേക്കിറങ്ങി നദികളായി അരുവികളായി ഒഴുകി കുളത്തിൽ നിന്നും നദിയിൽ നിന്നും അരുവിയിൽ നിന്നും ഒക്കെ ഒഴുകി 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 എപ്രകാരമാണോ സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നത്, സമുദ്രവുമായി ചേരുന്നത്, അതുപോലെയാണ് ജീവൻ്റെ അഭിവാഞ്ച താൻ പുറപ്പെട്ടു വന്ന ഈശ്വരനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ലക്ഷ്മണദേവൻ ഒരു വര വരച്ചു. ഈ വര ധർമ്മത്തിൻ്റെ വരയാണ്. ഈ വരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് സീതാമാതാവ് ഒരു കാലെടുത്ത് വെക്കരുതും വെച്ചാൽ അത് അമ്മയ്ക്ക് ആത്യന്തികമായ നാശമുണ്ടാകും. ഞാനിതൊക്കെ പറഞ്ഞിരുന്നാലും രാമദേവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് സീതാമാതാവിന് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ശ്രീരാമദേവൻ്റെ അടുക്കിലേക്ക് പോകുന്ന ലക്ഷ്മണനെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്.